ഹായ് ഫ്രണ്ട്സ്, ഗൾഫ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ ഒരു വാഹനത്തിന് എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിക്കിടക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഹനത്തിൻ്റെ ചാവി ഓണാക്കുമ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ നമുക്ക് പലവിധ ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ലൈറ്റുകളെല്ലാം നമുക്ക് ഓഫായിരിക്കണം. അതാണ് സാധാരണ എല്ലാ വണ്ടികളുടെയും സിസ്റ്റം. പക്ഷെ നമ്മുടെ ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിക്കിടന്ന അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ച് തരുന്നത്. കാരണം ആ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് നമുക്ക് സ്വയം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നല്ലെങ്കിൽ പിക്കപ്പ് കുറയുക, അല്ലെങ്കിൽ ആക്സിലേറ്റർ പിടിക്കാതെ വരിക, അല്ലെങ്കിൽ മിസ്സിങ് വരിക, അങ്ങനെ പലവിധ കാരണങ്ങളും നമുക്ക് ആ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് ഡ്രൈവർക്ക് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് ഇപ്പം ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തിക്കെടുക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് കത്താനുള്ള കുറച്ച് കാരണങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വരാനുള്ള കുറച്ച് കാരണങ്ങൾ, എന്തുകൊണ്ടാണ് ഇത് കുറച്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ വിശദീകരിച്ച് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് എന്തുകൊണ്ട് കത്തുന്നത്, അത് എങ്ങനെ ശരിയാക്കാം, പിന്നെ അതേപോലെയുള്ള നമുക്ക് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മളിത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ അറിയാത്തവർക്കൊക്കെ നമുക്കിത് മനസ്സിലാക്കാനും വേണ്ടി ഈ വീഡിയോ നമ്മൾ പരമാവധി ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യം കുറച്ച് കാരണങ്ങളിൽ നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ വാഹനത്തിൻ്റെ എയർ ഫിൽറ്റർ. അപ്പോൾ ഈ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആയാലും ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് നമുക്ക് ഡാഷ്ബോർഡിൽ കത്തും. അടുത്തത് ഈ സെൻസറാണ്, ഈ എയർ ഫ്ലോ സെൻസർ, മാസ് എയർ ഫ്ലോ സെൻസർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള നമ്മൾ തുടർച്ച മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ നോക്കാം. അപ്പോൾ ഈ സെൻസർ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ഈ സെൻസറിന് വല്ല കംപ്ലൈൻറ്റ് വരിക, എന്നാലും നമ്മുടെ ഡാഷ്ബോർഡിൽ എൻജിൻ വാണിംഗ് ലൈറ്റ് നമുക്ക് കത്തിക്കൊണ്ടിരിക്കും. അടുത്ത് നമ്മുടെ ഫ്യൂവൽ ടാങ്കാണ്. അപ്പോൾ നമ്മുടെ ഈ ടാങ്കിൻ്റെ ക്യാപ്പ് ഇത് ലൂസ് ആവുക, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരെ ഗ്യാസ്കറ്റ് വരെ റബ്ബർ പാക്കിംഗ് ഒക്കെ വരും. ഇത് പാക്ക് ചെയ്ത് റോറിങ് ഡാമേജ് സംഭവിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴും ആ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്താനും നമ്മൾ സാധ്യതയാണ്. അപ്പോൾ നമ്മളിതൊന്നും പരമാവധി ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. ഈ ക്യാപ്പ് ലൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ വാഹനത്തിൽ ആ വാണിംഗ് ലൈറ്റ് കത്തിക്കിടന്ന് നമുക്ക് ഓരോ ഫോൾട്ട് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. അടുത്തത് നമ്മുടെ കത്തലിറ്റിക് കൺവെർട്ടർ സെൻസർ എന്ന് പറയും. ഈ സെൻസറാണ് നമ്മുടെ സൈലൻസറിൻ്റെ പൈപ്പുമേ, ഇതാണ് നമ്മുടെ കാത്തലിറ്റിക് കൺവെർട്ടർ. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒരു സെൻസർ വരും. ഈ സെൻസർ ഡാമേജ് ആവുമോ, അല്ലെങ്കിൽ സെൻസറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരിക, അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ കൊണ്ടും നമുക്കത് എൻജിൻ വാണിംഗ് ലൈറ്റ് നമുക്ക് അവിടെ കത്തും. അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെ അഴിച്ച് ക്ലീൻ ചെയ്തിടാം എന്നുള്ളത് നമുക്ക് തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ കാത്തലിറ്റിക് കൺവെർട്ടർ, ഇതാണ് ഇതിൻ്റെ സെൻസർ. നമ്മൾ ഇത് അയച്ചു വെച്ചുള്ള സൈലൻസർ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ട് അയച്ചെടുത്തതാണ്. അപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് ആയാലും നമുക്ക് സംഭവിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെ അയച്ചെടുക്കുക എന്നുള്ളതും അതെങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതും ഓരോന്നിൻ്റെ നമ്മൾ വീഡിയോ നമ്മൾ തുടർച്ചയായി ഇട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. അടുത്ത മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ സ്പാർക്ക് പ്ലഗാണ്. സ്പാർക്ക് പ്ലഗിൻ്റെ കംപ്ലൈൻറ്റ് വന്നാലും നമ്മുടെ വാഹനത്തിൽ ആ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് 15,000 കിലോമീറ്ററാണ് ഓരോ വാഹനത്തിന് പറയുന്നത്. അപ്പോൾ നമ്മളതിൽ അത് ചെക്ക് ചെയ്യാനും നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുക. അടുത്ത് നമ്മുടെ ഫ്യൂവൽ ഫിൽറ്റർ. ഈ ഫിൽറ്റർ ബ്ലോക്ക് ആയാലും നമ്മുടെ വാഹനത്തിൽ എൻജിൻ വാണിംഗ് ലൈറ്റ് കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യാനും ഈ സ്പാർക്ക് പ്ലഗ് എങ്ങനെ ക്ലീൻ ചെയ്യാം അതൊക്കെ നമ്മൾ അടുത്തുള്ള വീഡിയോസിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തതാണ് നമ്മുടെ കോയിൽസ്. ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗിൻ്റെ ഇഗ്നിഷൻ കോയിൽ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ സ്പാർക്ക് പ്ലഗ് ഇതിലിങ്ങനെയാണ് വരുന്നത്. ഈ കോയിൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും നമ്മുടെ ആ എൻജിൻ വാണിംഗ് ലൈറ്റ് അവിടെ കത്താം. അപ്പോൾ നമുക്ക് ഈ കോയിൽ എങ്ങനെ കംപ്ലൈൻ്റ് ആയി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതാവും നമുക്ക് അടുത്തുള്ള ചോദ്യം. അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെ നമുക്ക് ഓരോ വാഹനത്തിൻ്റെ 4 സിലിണ്ടർ വാഹനത്തിലൊക്കെ 4 കോയിലാണ് സാധാരണ കണ്ടുവരുന്നത്. അപ്പോൾ അതിൽ ഒരു കോയിൽ കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതൊക്കെ നമുക്ക് സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പല കോഡ് വയറുകളാവും വരിക, അപ്പോൾ കോഡ് വയർ കംപ്ലൈൻ്റ് ആവും, അതുകൊണ്ടും വരാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസിൽ വന്നിരിക്കും. അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ എൻജിൻ വാണിംഗ് ലൈറ്റ് വന്ന് നമ്മൾ കമ്പനികളിലേക്ക് പോകാനും അവിടെ വലിയൊരു തുക നമുക്ക് നഷ്ടപ്പെടാനും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ നമുക്ക് വലിയൊരു തുക നമുക്ക് നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ സ്വയം ചിന്തിച്ച് ചെയ്യാം. ഇതൊക്കെ ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സ്വയം എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോയിൽ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടിരിക്കും.
പിന്നെ അടുത്തത് നമ്മുടെ ബാറ്ററി വയർ. ഇപ്പോൾ ആ എഞ്ചിൻ കാണിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് താൽക്കാലമായിട്ട് ഈ ബാറ്ററിയുടെ ഒരു നെഗറ്റീവ് ടെർമിനൽ ഊരി നമുക്കത് 30 സെക്കൻഡ് 1 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം തിരിച്ച് നമുക്കത് ഫിക്സ് ചെയ്ത് നമുക്ക് അതിൻ്റെ ലൈറ്റ് നമ്മുടെ ഡാഷ്ബോർഡിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അടുത്തുള്ള വീഡിയോസ് നമ്മളിത് സ്പാർക്ക് പ്ലഗ് എങ്ങനെ ക്ലീൻ ചെയ്യാം, ഈ എയർ ഫ്ലോ സെൻസർ, മാസ് എയർ ഫ്ലോ സെൻസർ, കത്തറ്റിക് കൺവെർട്ടറിൻ്റെ സെൻസർ, കോഡ് വയർ എങ്ങനെ ചെക്ക് ചെയ്യാം, അതെങ്ങനെ ക്ലീൻ ചെയ്യാം, അതൊക്കെ നമ്മൾ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തുടർച്ചയായിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.